ഹലോ ഫ്രണ്ട്സ്, ലാസ്റ്റ് ഗ്രേഡ് സെർവൻറ്റിൻ്റെ കമ്പനി ബോർഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യുന്നത്. 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മളിവിടെ ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 5 ക്വസ്റ്റ്യനും അതിൻ്റെ ഓപ്ഷൻസും ആണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം പ്രസ്താവനകളെല്ലാം നന്നായിട്ട് വായിച്ചു നോക്കണം. 1. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. 2. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു. 3. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. 4. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. അപ്പൊ നമ്മൾ ബന്ധമില്ലാത്ത, ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ്. ഇതിന്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ. അപ്പൊ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം ആണ്. എ.ഒ. ഹ്യൂം. അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എ.ഒ. ഹ്യൂം ആണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം 1885 ബോംബെയിലാണ്, അതായത് ഇന്നത്തെ മുംബൈ. ആദ്യ അധ്യക്ഷൻ W.C. ബാനർജി ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ ദാദാഭായ് നവറോജി അല്ല, പകരം ആരാണ്? എ.ഒ. ഹ്യൂം ആണ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885. ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ബോംബെ, അതായത് ഇന്നത്തെ മുംബൈ. ആദ്യ അധ്യക്ഷൻ W.C. ബാനർജി. ഇപ്പൊ ദാദാഭായ് നവറോജിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ, പിന്നെന്താണ്? ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ, ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്, ഇദ്ദേഹത്തിന്റെ വിഖ്യാത പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം 1892. ഡ്രെയിൻ ഓഫ് വെൽത്ത് ആണ് ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ, ബി ലാലാ ലജ്പത് റായ്, സി സുഭാഷ് ചന്ദ്രബോസ്, ഡി ബിപിൻ ചന്ദ്രപാൽ. അല്ല, ആൻസർ എ ആണ്. ബാലഗംഗാധര തിലകനാണ്. ബാലഗംഗാധര തിലകനാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ചത്. ബാലഗംഗാധര തിലക് അപരനാമമാണ് ലോകമാന്യൻ, ജനങ്ങളാൽ ആദരിക്കപ്പെടുന്നവൻ. മുദ്രാവാക്യം, അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു മുദ്രാവാക്യമാണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്നത്. 1916 ആനി ബസന്റുമായി ചേർന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. അതായത് ബാലഗംഗാധര തിലക് 1916 ആനി ബസന്റുമായി ചേർന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിന്മേൽ സ്വയം ഭരണം നേടുക എന്നതായിരുന്നു ലക്ഷ്യം. ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ സ്വയം ഭരണം നേടുക എന്നതായിരുന്നു ഹോം റൂൾ ലീഗിന്റെ ലക്ഷ്യം. ഈ ബാലഗംഗാധര തിലകന്റെ 2 പ്രധാന പുസ്തകങ്ങളാണ് ഗീതാ രഹസ്യവും ദ ആർട്ടിക്കിൾ ഹോം ഇൻ ദി വേദാസ്. രണ്ടാമത്തതാണ് ദി ആർട്ടിക്കിൾ ഹോം ഇൻ വേദാസ്. ഇനി നമുക്ക് നൽകിയിരിക്കുന്ന ഓപ്ഷൻ ലാലാ ലജ്പത് റായ് ആണ്. ലാലാ ലജ്പത് റായ്. രണ്ടാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ലാലാ ലജ്പത് റായ് ആണ്. ഇദ്ദേഹം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്നു, അഥവാ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നു. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബ് സിംഹം അല്ലെങ്കിൽ പഞ്ചാബ് കേസരി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത് ഇദ്ദേഹമായിരുന്നു. അതായത് ലാലാ ലജ്പത് റായ് ആണ്
ഇന്ത്യയിലെ ആദ്യത്തെ പൂർണ്ണമായും ഇന്ത്യൻ ഉടമസ്ഥതയിലുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്ഥാപിച്ചത്? ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഇദ്ദേഹം അമേരിക്കയിൽ പോയി ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക സ്ഥാപിച്ചു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോയി ഇന്ത്യൻ ഹോം റൂൾ ലീഗ് ഓഫ് അമേരിക്ക സ്ഥാപിച്ചു. ഇദ്ദേഹത്തിന് ഒരു പ്രസ്താവനയുണ്ട്, ഇത് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. സൈമൺ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിനിടെ പോലീസിന്റെ ലാത്തിചാർജിൽ പരിക്കേറ്റതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. അതായത് ആ ലാത്തിചാർജിൽ പരിക്കേറ്റ ശേഷം ലാലാ ലജ്പത് റായ് പറഞ്ഞ വാക്കുകളാണ്: എന്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ലാത്തി അടി പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണികളായിരിക്കും. എന്റെ ശരീരത്തിൽ ഏൽക്കുന്ന ഓരോ ലാത്തി അടി പോലും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ശവപ്പെട്ടിയിലെ ഓരോ ആണികളായിരിക്കും. അടുത്ത സി ആയിട്ട് ഓപ്ഷൻ തന്നിരുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്: നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന അഭിവാദ്യം പ്രചാരത്തിലാക്കിയതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഡൽഹി ചലോ എന്ന് ആഹ്വാനം ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ജയ് ഹിന്ദ് എന്ന അഭിവാദ്യം പ്രചാരത്തിലാക്കിയതും സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഡൽഹി ചലോ എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1939 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം ഇദ്ദേഹം സ്വന്തമായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. PSCയുടെ ഒരു സ്ഥിരം ചോദ്യമായത്. 1939 കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം സ്വന്തമായി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. 1943 സിംഗപ്പൂർ ആസ്ഥാനമാക്കി ആസാദ് ഹിന്ദ് എന്ന പേരിൽ ഒരു താൽക്കാലിക ഇന്ത്യൻ ഗവൺമെന്റും ഇദ്ദേഹം രൂപീകരിച്ചു. 1939 ഫോർവേഡ് ബ്ലോക്കും 1943 ആസാദ് ഹിന്ദും രൂപീകരിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തതായിട്ട് ഓപ്ഷൻ ഡി ആയിട്ട് തന്നിരുന്നത് ബിപിൻ ചന്ദ്രപാൽ ആണ്. ഈ ബിപിൻ ചന്ദ്രപാലിനെ അരബിന്ദ ഘോഷ് വിശേഷിപ്പിച്ചിരുന്നത് ദേശീയതയുടെ പ്രവാചകൻ എന്നാണ്. അരബിന്ദ ഘോഷ് ബിപിൻ ചന്ദ്രപാലിനെ വിശേഷിപ്പിച്ചിരുന്നത് ദേശീയതയുടെ പ്രവാചകൻ എന്നാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്: നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മികച്ചതായി മറ്റുള്ളവർ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കരുത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ റെക്കോർഡുകൾ മറികടക്കുക. കാരണം വിജയം എന്നത് നിങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയാണ്: നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മികച്ചതായി മറ്റുള്ളവർ ചെയ്യുന്നതിലേക്ക് ശ്രദ്ധിക്കരുത്. നിങ്ങൾ ദിവസവും നിങ്ങളുടെ റെക്കോർഡുകൾ മറികടക്കുക. കാരണം വിജയം എന്നത് നിങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കാരണങ്ങളെല്ലാം താഴെ പറയുന്നുണ്ട്. 1. കർഷകരുടെ ദുരിതങ്ങൾ. 2. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. 3. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. 4. ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഇതെല്ലാം തന്നെ ശരിയാണ്. അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് വിശകലനം ചെയ്തു പോകാം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശിപ്പായി ലഹള എന്നും അറിയപ്പെട്ടിരുന്നു. ശിപ്പായി ലഹള എന്നറിയപ്പെട്ടിരുന്നു. അതായത് ശിപ്പായിമാരോടുള്ള വിവേചനം. ഇന്ത്യൻ സൈനികർക്ക് ബ്രിട്ടീഷ് സൈനികരെക്കാൾ കുറഞ്ഞ ശമ്പളവും കുറഞ്ഞ പദവിയും മാത്രമാണ് നൽകിയിരുന്നത്. അതായിരുന്നു ഒന്നാമത്തെ കാരണം. ശിപ്പായിമാർക്ക്, അതായത് ഇന്ത്യൻ ശിപ്പായിമാർക്ക് കുറഞ്ഞ ശമ്പളവും കുറഞ്ഞ പദവിയും ആയിരുന്നു നൽകിയിരുന്നത്. പിന്നെ കർഷകരുടെ ദുരിതങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കടുത്ത നികുതി സമ്പ്രദായങ്ങൾ. ആ കാലത്ത് ജമീന്ദാരി, റൈറ്റ്വാരി അങ്ങനെ കുറെ സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു. അത് കർഷകരെയും ജമീന്ദർമാരെയും ദുരിതത്തിലാക്കി.
അതായത് കടുത്ത നികുതി സമ്പ്രദായങ്ങൾ കർഷകരെ ദുരിതത്തിലാക്കി. കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. അടുത്തതാണ് കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കാരണം ഇന്ത്യയിലെ പരമ്പരാഗത കൈത്തൊഴിലുകളും വ്യവസായങ്ങളും തകർന്നു. ഇത് ലക്ഷക്കണക്കിന് ആളുകളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിട്ടു. അതായത് ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സാധനങ്ങൾ ഒന്നും തന്നെ വിറ്റഴിക്കാനാകാതായി. അങ്ങനെ അത് ദാരിദ്ര്യത്തിലേക്ക്, അതായത് കരകൗശല തൊഴിലാളികൾ ദാരിദ്ര്യത്തിലേക്ക് പോയി. അടുത്തത് രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ അവസാന മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോടുള്ള കമ്പനിയുടെ മോശമായ സമീപനം ഭരണവർഗത്തിനിടയിൽ ബ്രിട്ടീഷ് വിരുദ്ധ വികാരം വളർത്തി. അതായത് അവസാന മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമൻ. അയാളുമായിട്ടുള്ള സമീപനം, ബ്രിട്ടീഷുകാരുടെ സമീപനം ബ്രിട്ടീഷിനെതിരെയുള്ള ഒരു വിരുദ്ധ വികാരം വളർത്തി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, നാലാമത്തെ ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ മാഡം ഭിക്കാജി ഗാമ, ഓപ്ഷൻ ബി അരുണ ആസിഫ് അലി, ഓപ്ഷൻ സി സരോജിനി നായിഡു, ഓപ്ഷൻ ഡി ആനി ബെസന്റ്. ഗാന്ധിജി അങ്ങനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ സി ആണ്, സരോജിനി നായിഡു. ആരാണ്? സരോജിനി നായിഡു. സരോജിനി നായിഡുവിനെയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. ഈ സരോജിനി നായിഡു ഇന്ത്യയുടെ വാനമ്പാടി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നതും സരോജിനി നായിഡു ആണ്. കോൺഗ്രസ് അധ്യക്ഷയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ്. 1925 കോൺഗ്രസ് അധ്യക്ഷയാകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. 1925. ഇനി ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഒന്നാണ് മാഡം ഭിക്കാജി ഗാമ. മാഡം ഭിക്കാജി ഗാമ. വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യത്തെ വ്യക്തിയാണ് മാഡം ഗാമ. അതായത് വിദേശത്ത് ഇന്ത്യൻ പതാക ഉയർത്തിയ ആദ്യത്തെ വ്യക്തിയാണ് മാഡം ഗാമ. അത് ജർമ്മനിയിലെ സ്റ്റാട്ട്ഗാർട്ടിലായിരുന്നു. ജർമ്മനിയിലെ സ്റ്റാട്ട്ഗാർട്ടിൽ നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തില് വിദേശത്ത് ആദ്യത്തെ ഇന്ത്യൻ പതാക ഉയർത്തിയ വ്യക്തിയാണ്. ജർമ്മനിയിലെ സ്റ്റാട്ട്ഗാർട്ട് എന്ന സ്ഥലത്ത് നടന്ന അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് സമ്മേളനത്തിലാണ് പതാക ഉയർത്തിയത്. വിദേശത്ത് പ്രവർത്തിച്ചിരുന്ന വിപ്ലവ പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നതിനാൽ ഇവരെ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതായത് മാഡം ഭിക്കാജി ഗാമയെ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ആസിഫ് അലി. ബി ഓപ്ഷൻ നൽകിയിരുന്ന അരുണ ആസിഫ് അലിയാണ്. 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയതിന് ശേഷം പ്രധാന നേതാക്കന്മാരെല്ലാം അറസ്റ്റിലായി. ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ധൈര്യപൂർവ്വം ഇന്ത്യൻ പതാക ഉയർത്തിയത് അരുണ ആസിഫ് അലിയാണ്. ഈ സംഭവം ക്വിറ്റ് ഇന്ത്യ സമരത്തിന് വലിയ പ്രചോദനമായി. അതായത് 1942 ഓഗസ്റ്റ് 8 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി. ആ പാസാക്കിയ സമയത്ത് പ്രധാന നേതാക്കന്മാരെല്ലാം തന്നെ അറസ്റ്റിലായി. 1942 ഓഗസ്റ്റ് 8 ഓഗസ്റ്റ് 9 മുംബൈയിലെ ഗോവാലിയ ടാങ്ക് മൈതാനത്ത് ധൈര്യപൂർവ്വം ഇന്ത്യൻ പതാക ഉയർത്തി. അത് അരുണ ആസിഫ് അലിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് ഇത് വലിയ പ്രചോദനമാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഓപ്ഷൻ ഡി ആയിട്ട് നൽകിയിരുന്നത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഒരു ഐറിഷ് വംശജയാണ്. മദ്രാസിലെ അടയാറിൽ, അതായത് മദ്രാസ് എന്ന് പറയുന്നത് ഇന്നത്തെ ചെന്നൈ, അവിടുത്തെ അടയാർ ആസ്ഥാനമായുള്ള തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകിയതും ഇവരാണ്, ആനി ബെസന്റ് ആണ്. മദ്രാസിലെ അടയാർ ആസ്ഥാനമായുള്ള തിയോസഫിക്കൽ സൊസൈറ്റിക്ക് നേതൃത്വം നൽകുകയും ചെയ്തത് ആനി ബെസന്റ് ആണ്. 1916 ബാലഗംഗാധര തിലകനുമായി ചേർന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. 1916 ബാലഗംഗാധര തിലകനുമായി ചേർന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. 1916 ആനി ബെസന്റ് ബാലഗംഗാധര തിലകനുമായി ചേർന്ന് ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. ഈ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനായി ഇവർ ആരംഭിച്ച ഒരു പത്രമാണ് ന്യൂ ഇന്ത്യ. ഒരു വാരികയുമുണ്ട്, അതാണ് കോമൺവെൽത്ത്.
അതായത് ആനി ബസന്റ് 1916 ബാലഗംഗാധര തിലകനുമായി ചേർന്ന ഹോം റൂൾ ലീഗ് സ്ഥാപിച്ചു. ഈ പ്രസ്ഥാനത്തിന്റെ പ്രചരണത്തിനായി ഇവർ ആരംഭിച്ച പ്രധാന പത്രങ്ങളാണ് ന്യൂ ഇന്ത്യ, പിന്നെ അവരുടെ വാരികയാണ് കോമൺവീൽ. കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിതയാണ് ഇവർ. കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിതയാണ് ആനി ബസന്റ്. വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. ആനി ബസന്റ് വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. പിന്നീട് ഇത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി മാറി. വാരണാസിയിൽ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. ഇത് പിന്നീട് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയായി മാറി. 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതാര്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതാര്? ആൻസർ സൂര്യ സെൻ. ആൻസർ സൂര്യ സെൻ ആണ്. ഓപ്ഷൻ എ തന്നിരിക്കും വി ഡി സവർക്കർ, ബി ഭഗത് സിംഗ്, ഡി രാജ്ഗുരു, സി ആണ് സൂര്യ സെൻ. സൂര്യ സെൻ ആണ് ആൻസർ. മാസ്റ്റർ ദ സൂര്യ സെൻ എന്നാണ് അറിയപ്പെടുന്നത്. മാസ്റ്റർ ദ എന്ന് പറയുന്നത് അധ്യാപകൻ എന്നതിലുപരി വിപ്ലവകാരികളുടെ ഗുരു എന്ന അർത്ഥത്തിലാണ്. മാസ്റ്റർ ദ എന്ന് പറഞ്ഞാൽ അധ്യാപകൻ എന്നതിലുപരി വിപ്ലവകാരികളുടെ ഗുരു എന്ന അർത്ഥത്തിലാണ്. ചിറ്റാഗോങ് ആയുധപുര ആക്രമണം 1930 ഏപ്രിൽ 18 ഈ സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലായിരുന്നു. ചിറ്റാഗോങ് ആയുധപുര ആക്രമണം 1930 ഏപ്രിൽ 18 സൂര്യ സെന്നിന്റെ നേതൃത്വത്തിലായിരുന്നു. പിന്നെ ഇതിൽ ഓപ്ഷൻ എ ആയിട്ട് നൽകിയിരുന്ന വി ഡി സവർക്കർ ആണ്. വിനായക് ദാമോദർ സവർക്കർ. വി ഡി സവർക്കർ എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ നെയിം വിനായക് ദാമോദർ സവർക്കർ. ഹിന്ദുത്വ എന്ന ആശയത്തിന്റെ പ്രധാന പ്രണേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. അഭിനവ് ഭാരത് സൊസൈറ്റി 1904 മഹാരാഷ്ട്രയുടെ നാസിക്കിൽ സഹോദരനുമായി ചേർന്ന് സ്ഥാപിച്ചു. അതായത് ഇദ്ദേഹം വി ഡി സവർക്കർ 1904 സഹോദരനുമായി ചേർന്ന് മഹാരാഷ്ട്രയുടെ നാസിക്കിൽ സ്ഥാപിച്ചതാണ് എന്ത്? അഭിനവ് ഭാരത് സൊസൈറ്റി. 1857 ശിപ്പായി ലഹളയെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതും സവർക്കറാണ്. 1857 ശിപ്പായി ലഹളയെ ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചതും സവർക്കറാണ്. പിന്നെ ഇവിടെ ഓപ്ഷൻ ബി ആയിട്ട് കൊടുത്തിരുന്ന ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിന്റെ സംഘടനയാണ്, ഭഗത് സിംഗും ചന്ദ്രശേഖർ ആസാദുമായി ചേർന്ന് രൂപം നൽകിയ ഒരു സംഘടനയാണ് HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അതായത് ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദുമായി ചേർന്ന രൂപീകരിച്ച സംഘടനയാണ്, വിപ്ലവ സംഘടനയാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇത് രൂപം നൽകിയത് ഭഗത് സിംഗ് ആണ്. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാന മുദ്രാവാക്യമാക്കി മാറ്റിയത് ഭഗത് സിംഗ് ആണ്. 1931 മാർച്ച് 23 സിംഗിനെയും രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റി. ലാഹോർ ജയിലിൽ തൂക്കിലേറ്റി. കാരണം ലാഹോർ ഗൂഢാലോചന കേസിന്റെ വിചാരണയെ തുടർന്നാണ്. ലാഹോർ കേസുമായി ഗൂഢാലോചന കേസിനെ തുടർന്ന് വിചാരണയെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് 1931 മാർച്ച് 23 തൂക്കിലേറ്റി. ഭഗത് സിംഗിനെ തൂക്കിലേറ്റി, രാജ്ഗുരുവിനെയും സുഖദേവിനെയും തൂക്കിലേറ്റി. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഈ ദിവസം, അതായത് ഈ രക്തസാക്ഷി ദിവസം ഷഹീദ് ദിവാസ് എന്നാണ് ആചരിക്കപ്പെടുന്നത്. ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ഈ ദിവസം ഷഹീദ് ദിവാസ് ആയി ആചരിക്കുന്നു. പിന്നെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഡി രാജ്ഗുരു ആണ്. ഓപ്ഷൻ ഡി ആയി നൽകിയിരിക്കുന്നത് രാജ്ഗുരു ആണ്. HSRAയുടെ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന്റെ ഒരു സജീവ അംഗമായിരുന്നു രാജ്ഗുരു. അതായത് ഭഗത് സിംഗിന്റെയും ചന്ദ്രശേഖർ ആസാദുമായി ചേർന്ന വിപ്ലവ സംഘടനയായ HSRAയുടെ ഒരു സജീവ അംഗമായിരുന്നു രാജ്ഗുരു. 1931 മാർച്ച് 23
സുഖദേവിനെയും രാജ്ഗുരുവിനെയും ഭഗത് സിംഗിനെയും ചേർത്താണ് തൂക്കിലേറ്റിയത് ലാഹോർ ജയിലിൽ. അതായത് മാർച്ച് 23 ഷഹീദ് ദിവസ് ആയി ആചരിക്കുന്നു. നമ്മൾ 5 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ, 5 ക്വസ്റ്റ്യനും അതിന്റെ ഓപ്ഷനുകളുമാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്തത്. ഇനിയുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ പുറകെയുള്ള വീഡിയോകളിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.